വചനം 17 വാക്കർത്ഥം. വലഖദ് ഖലഖന തീർച്ചയായും നാം സൃഷ്ടിച്ചിരിക്കുന്നു, ഫൗഖക്കും നിങ്ങളുടെ മീതെ, സബ്അ തുറായിഖ 7 മാർഗങ്ങളെ, വമാ കുന്ന നാം ആയിരുന്നില്ല, നാം അല്ല, അനിൽ ഖൽഖി സൃഷ്ടിയെപ്പറ്റി സൃഷ്ടികളെപ്പറ്റി, ഗാഫിലീൻ അശ്രദ്ധർ. وَلَقَدْ خَلَقْنَا فَوْقَكُمْ سَبْعَ طَرَائِقَ وَمَا كُنَّا عَنِ الْخَلْقِ غَافِلِينَ. തീർച്ചയായും നിങ്ങൾക്കുമീതെ നാം 7 മാർഗങ്ങൾ അഥവാ വാനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. സൃഷ്ടിയെക്കുറിച്ച് നാം അശ്രദ്ധരായിരുന്നില്ല. 17-ാം വചനത്തിൻ്റെ വിശദീകരണം. തൊറായിഖ് എന്ന പദത്തിനാണ് മാർഗങ്ങൾ എന്ന് അർത്ഥം കൊടുത്തത്. ഖുർആനിൽ ആകാശങ്ങളുടെ സൃഷ്ടിയെപ്പറ്റി സൂറത്തുൽ മുൽക്ക് 3-ാം വചനത്തിലും സൂറത്ത് നൂഹ് 15-ാം വചനത്തിലും സബ്അ സമാവാത്തിൻ തിബാഖ അടുക്കായി അല്ലെങ്കിൽ തട്ടുതട്ടായി 7 ആകാശങ്ങൾ എന്നു പറയുന്നു. 65-ാം അധ്യായം 12-ാം വചനം, 41-ാം അധ്യായം 12-ാം വചനം മുതലായ പല സ്ഥലങ്ങളിലും സബ്അ സമാവാത്ത് 7 ആകാശങ്ങൾ എന്നു പറഞ്ഞു കാണാം. 7 ഗ്രഹമാർഗങ്ങളായിരുന്നു മുൻകാലത്തുള്ളവർക്ക് അറിയപ്പെട്ടിരുന്നത്. അതനുസരിച്ചാണ് 7 ആകാശങ്ങൾ എന്ന് ഖുർആൻ പ്രസ്താവിച്ചത്. ഇപ്പോൾ കൂടുതൽ ഗ്രഹമാർഗങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് കൂടുതൽ മാർഗങ്ങൾ അഥവാ ആകാശങ്ങൾ ഉണ്ടെന്ന് വന്നിരിക്കുന്നു എന്നിങ്ങനെയാണ് ചിലർ പറയുന്നത്. ഇതൊരു സ്വീകാര്യമായ വ്യാഖ്യാനമായി എടുക്കുവാൻ തരമില്ല തന്നെ. ഈ ആയത്തിൽ മാർഗങ്ങൾ അഥവാ തൊറായിഖ് എന്ന വാക്കുപയോഗിച്ചതുകൊണ്ട് ഇവിടെ ഒരു പക്ഷേ അങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുക്കാമെന്ന് സമ്മതിച്ചേക്കുക. എന്നാൽ 7 ആകാശങ്ങൾ എന്ന് ഖുർആൻ പല പ്രാവശ്യം പ്രസ്താവിക്കുകയും ചിലയിടത്ത് അടുക്കുകളായ നിലയിൽ 7 ആകാശങ്ങൾ എന്ന് വ്യക്തമായി പറയുകയും ചെയ്യുന്നു. ചില സന്ദർഭങ്ങളിൽ അവയിൽ ഒന്നിനെപ്പറ്റി അസ്സമാ ഉദ്ദുനിയ അഥവാ ഏറ്റവും അടുത്ത ആകാശം എന്നും 67-ാം അധ്യായം 5-ാം വചനത്തിലും 37-ാം അധ്യായം 6-ാം വചനത്തിലും പറയുന്നു. ആകാശം ഒരു കെട്ടിടം അഥവാ ബിനാ പോലെയാണെന്നും 40-ാം അധ്യായം 64-ാം വചനത്തിലും 2-ാം അധ്യായം 22-ാം വചനത്തിലും പറയുന്നു. ഇതെല്ലാം മുമ്പിൽ വെച്ചുകൊണ്ട് മേൽപ്പറഞ്ഞതുപോലെയുള്ള ഒരു വ്യാഖ്യാനം ഈ ആയത്തുകൾക്കെല്ലാം നൽകുന്നത് കേവലം കണ്ണടച്ച് ഇരുട്ടാക്കുന്നതിന് സമമാണ്. ശാസ്ത്രത്തിന് അതത് കാലത്ത് ലഭിക്കുന്ന അറിവിനനുസരിച്ച് ഖുർആനെ വ്യാഖ്യാനിക്കുവാൻ തുനിയുന്നത് പലപ്പോഴും അപകടത്തിലാണ് കലാശിക്കുക. അതുകൊണ്ട് ഖുർആൻ പ്രസ്താവിച്ച 7 ആകാശം കൊണ്ടുള്ള ഉദ്ദേശ്യം ശാസ്ത്രദൃഷ്ട്യാ ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. അതിൻ്റെ യഥാർത്ഥം അള്ളാഹുവിനറിയാം എന്നു പറയുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. ഖുർആനിൽ അള്ളാഹു ആവർത്തിച്ചു വ്യക്തമാക്കിയ ഇത്തരം കാര്യങ്ങളെല്ലാം കേവലം അലങ്കാര പ്രയോഗമോ സാമാന്യ വിവരണമോ മാത്രമാണെന്ന് ഊഹിച്ച് തൃപ്തിയടയുന്നത് തനി ബാലിശമാകുന്നു. ഖുർആൻ പ്രഖ്യാപിച്ച എത്രയോ കാര്യങ്ങൾ ആദ്യകാലങ്ങളിൽ ശാസ്ത്രജ്ഞന്മാർക്ക് വേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ കഴിയാതിരുന്നതിന് ശേഷം പിന്നീടുണ്ടായ നിരീക്ഷണങ്ങളുടെ ഫലമായി അവ സൂക്ഷ്മവും വാസ്തവവും തന്നെയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. എല്ലാം അറിയുന്ന സ്രഷ്ടാവിൻ്റെ വചനങ്ങൾ അങ്ങനെയല്ലാതെ വരുമോ? ശാസ്ത്ര നിരീക്ഷണങ്ങളും അതിൻ്റെ നേട്ടങ്ങളും വളർന്നുകൊണ്ടിരിക്കുകയാണെന്നല്ലാതെ ഇതേവരെ സൃഷ്ടിരഹസ്യങ്ങൾ മുഴുവനും അത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടില്ലെന്ന് തീർച്ചയാണല്ലോ. ലോകാവസാന കാലത്തോളം അത് അവസാനിക്കുകയുമില്ല. ആകയാൽ ശാസ്ത്രത്തിൻ്റെ കാഴ്ച എത്തിച്ചേർന്നിട്ടില്ലാത്ത അല്ലെങ്കിൽ അതിൻ്റെ ദൃഷ്ടിക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്തവണ്ണം കൃത്യമായി തന്നെ 7 ആകാശങ്ങൾ ഒന്നിനുമീതെ ഒന്നായിക്കൊണ്ട് സ്ഥിതി ചെയ്യുന്നുണ്ടായിരിക്കുമെന്നു തന്നെ നമുക്ക് ഉറപ്പിക്കാം. ഏറ്റവും ഭൂമിയോട് അടുത്ത ആകാശത്തെ നക്ഷത്രങ്ങളാൽ അലങ്കരിച്ചിട്ടുള്ളതായി ഖുർആൻ 67-ാം അധ്യായം 5-ാം വചനത്തിലും 37-ാം അധ്യായം 6-ാം വചനത്തിലും പ്രസ്താവിക്കുന്നു. ഇതിൽ നിന്ന് നക്ഷത്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്ന ആകാശത്തിനപ്പുറത്തായി അതിനും ഉപരിയിലായി വേറെയും ആകാശങ്ങളുണ്ടെന്ന് വരുന്നുവല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഇന്നുവരെയും അവയിൽ ഒരു ആകാശത്തിൻ്റെ അവസാന അതിർത്തി വരെ മനുഷ്യൻ്റെ അറിവ് എത്തിക്കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. എന്നിരിക്കെ
അതിനപ്പുറമുള്ള അവസ്ഥയെപ്പറ്റി വിധി പറയുവാൻ മനുഷ്യന് എങ്ങനെ കഴിയും? ഏത് ശാസ്ത്രജ്ഞനും ഉപരിയായി അതിമഹാനായ ഒരു ശാസ്ത്രജ്ഞൻ നിലകൊള്ളുന്നുണ്ട്. അല്ലാഹു വാസ്തവം അവനറിയാം. വഫൗഖ കുല്ലി ദീ ഇൽമിൻ അലീം. ഈ ആയത്തിൻ്റെ അന്ത്യത്തിൽ തന്നെ ഇപ്പറഞ്ഞതിലേക്കുള്ള സൂചന കാണാം. ആകാശങ്ങൾ, അവയിലുള്ള വസ്തുക്കൾ തുടങ്ങിയ സകല സൃഷ്ടികളുടെയും കാര്യങ്ങൾ ഗൗനിച്ചും അറിഞ്ഞും കൊണ്ടും തന്നെയാണ് അവ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നത്രേ വമാ കുന്ന അനിൽ ഖൽഖി ഗാഫിലീൻ. സൃഷ്ടിയെക്കുറിച്ച് നാം അശ്രദ്ധരായിരുന്നില്ല എന്ന വാക്യം കുറിക്കുന്നത്.